അനന്തമായ പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയിൽ നക്ഷത്രങ്ങൾ എന്നും വഴികാട്ടികളാണ്. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവുമുള്ള നക്ഷത്രമാണ് വിശാഖം. വിഭജിക്കപ്പെട്ട ശാഖകൾ ഉള്ളത് എന്നർത്ഥം വരുന്ന വിശാഖം ഒരേ സമയം ഇന്ദ്രന്റെയും അഗ്നിയുടെയും ചൈതന്യം പേറുന്ന നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളാണ് ഈ നക്ഷത്രക്കാർ. 2026 എന്ന വർഷം ലോകഗതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ്. ആ വർഷത്തിന്റെ ഹൃദയഭാഗമായ ഏപ്രിൽ മാസം വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസം എന്നതിലുപരി ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ്. 2026 ഏപ്രിൽ മാസത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ പ്രകൃതിയും പ്രപഞ്ചശക്തിയും വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമായ രീതിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം. നിഗൂഢമായ ആത്മീയതയും കഠിനമായ ഭൗതിക സാഹചര്യങ്ങളും ഒത്തുചേരുന്ന ഈ മാസം നിങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്താൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ സമയം നൽകില്ല എന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. സാമ്പത്തികമായ അടിത്തറ ഭദ്രമാക്കാനുള്ള സാഹചര്യങ്ങൾ സംജാതമാവുകയും ചെയ്യും. എന്നാൽ ഇതിനൊപ്പം തന്നെ ചില മുൻകരുതലുകളും ആവശ്യമാണ്. ഇന്ദ്രന്റെ പ്രതാപവും അഗ്നിയുടെ ജ്വാലയും നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആവേശം അമിതമാകാൻ സാധ്യതയുണ്ട്. ആ ആവേശത്തെ എപ്പോൾ നിയന്ത്രിക്കണം, എപ്പോൾ പ്രയോഗിക്കണമെന്ന് തിരിച്ചറിയുന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു സന്തോഷം കൈവരുന്നതും പ്രണയത്തിലും ദാമ്പത്യത്തിലും നിലനിന്നിരുന്ന കരിനിഴലുകൾ നീങ്ങി തെളിമയാർന്ന ബന്ധങ്ങൾ ഉടലെടുക്കുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആത്മീയമായ അന്വേഷണങ്ങൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന കാഴ്ചയും നാം കാണും. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മാനസിക സമാധാനം തേടിയുള്ള നിങ്ങളുടെ യാത്രയിൽ ഏപ്രിൽ മാസം ഒരു പുതിയ തണലായിരിക്കും. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. തുലാം രാശിയിലും വൃശ്ചികം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന്റെ സ്വാധീനം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കുമെങ്കിലും പൊതുവായ ഊർജ്ജം എന്നത് വിജയം മാത്രമാണ്. 2026 ഏപ്രിലിൽ നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധിക്കണം? ഏതെല്ലാം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും? ആരോഗ്യം, സാമ്പത്തികം, കുടുംബം എന്നീ തലങ്ങളിൽ നിങ്ങൾ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാകണം? ഇതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. വിശാഖം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഈ മാസം ഉണ്ടാകും. മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാമത്തെ പകുതി കൂടുതൽ ഗുണകരമായിരിക്കും. നിങ്ങൾ ഒരു പുതിയ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം പകുതിയോടെ അനുകൂലമായ മറുപടികൾ ലഭിക്കും. പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുയോജ്യമാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. എന്നാൽ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. കാരണം നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ളവർ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. ബിസിനസ് ചെയ്യുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ഇത് വിപുലീകരണത്തിന്റെ മാസമാണ്. പുതിയ പങ്കാളിത്തങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ള ബിസിനസ് ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ബലം ലഭിക്കും. മാസത്തിന്റെ മധ്യത്തിൽ ബിസിനസ്സിൽ ചില പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ നിങ്ങൾ തയ്യാറാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. പൊതുജന മധ്യത്തിൽ പ്രശസ്തി വർദ്ധിക്കും. സാമ്പത്തികമായി ഏപ്രിൽ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ബലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവുകളും ഒപ്പം തന്നെ ഉണ്ടാകും. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ തുടങ്ങും. പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അത് പരിഹരിക്കപ്പെടാനും അതുവഴി ധനലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒന്നിലധികം വഴികളിലൂടെ പണം വരാൻ സാധ്യതയുള്ള മാസമാണിത്. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസത്തിന്റെ 2ാം വാരം കഴിഞ്ഞുള്ള സമയം അനുയോജ്യമാണ്. എന്നാൽ കൃത്യമായ പഠനം നടത്താതെ ആരുടെയും പ്രേരണയിൽ പണം ചെലവഴിക്കരുത്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. വീട് പുതുക്കി പണിയുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട്. കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത്. എങ്കിലും ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. പങ്കാളിയുമായി നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മാറും. ഒരുമിച്ച് യാത്ര ചെയ്യാനോ തീർത്ഥാടനത്തിന് പോകാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. മക്കളുടെ പഠനത്തിലോ തൊഴിലിലോ ഉള്ള പുരോഗതി മാതാപിതാക്കൾക്ക് അഭിമാനകരമാകും. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്താൻ സാധിക്കും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമാണിത്. വിവാഹാലോചനകൾ നടത്തുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ മാസം സാധിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സമയം ചെലവഴിക്കാനും സാധിക്കും. സാമൂഹികമായി നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കും.
വിശാഖം നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെയുള്ള ആത്മീയ താല്പര്യം ഈ മാസം വർദ്ധിക്കും. ഏപ്രിൽ മാസത്തോടെ ക്ഷേത്ര ദർശനങ്ങൾക്കോ മറ്റ് ആരാധനാലയങ്ങൾ സന്ദർശിക്കാനോ കൂടുതൽ സമയം കണ്ടെത്തും. പ്രാർത്ഥനകളിലൂടെയും ധ്യാനത്തിലൂടെയും മനഃശാന്തി നേടാൻ സാധിക്കും. ഗുരുസ്ഥാനത്തുള്ളവരുടെ അനുഗ്രഹം ലഭിക്കുന്നത് ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകും. മാസത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായ ചില ആശങ്കകൾ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുന്നത് ഗുണം ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട മാസമാണിത്. വലിയ അസുഖങ്ങൾ കാണുന്നില്ലെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ അവഗണിക്കരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം കാരണം കണ്ണുവേദനയോ നടുവേദനയോ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ ഇടവേളകളിൽ വിശ്രമിക്കുന്നത് ഉചിതമാണ്. ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മാസം മികച്ച ഫലങ്ങൾ നൽകും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുന്ന സമയമാണിത്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. പുതിയ വീട് വാങ്ങാനോ പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കോടതിയിലോ മറ്റ് നിയമപരമായ വിഷയങ്ങളിലോ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിധി വരാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ തീരുമാനം ശരിയാണെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. പ്രൊഫഷണൽ കാര്യങ്ങളും സാമ്പത്തിക രഹസ്യങ്ങളും മറ്റുള്ളവരോട് അമിതമായി പങ്കുവെക്കാതിരിക്കുക. ജോലി തിരക്കിനിടയിലും കുടുംബത്തിനായി സമയം നീക്കിവെക്കുന്നത് മാനസിക സന്തോഷം നൽകും. ജ്യോതിഷപരമായ കണക്കുകൂട്ടലുകൾ പ്രകാരം നിങ്ങളുടെ ഊർജം പോസിറ്റീവായി നിലനിർത്താൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ഉത്തമമാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികളോ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങളോ ദാനം ചെയ്യുന്നത് പുണ്യകരമാണ്. ഭാഗ്യസൂക്തം വഴിപാടായി കഴിപ്പിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഐശ്വര്യം നൽകും. മേടം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 1-ാം പാദക്കാർക്ക് അത്യന്തം ഊർജ്ജസ്വലരും ദേഷ്യക്കാരുമായിരിക്കും ഈ പാദക്കാർ. വലിയ ഉദ്യോഗങ്ങളിൽ ഇവർ എത്തും. ഇടവം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 2-ാം പാദക്കാർ ബുദ്ധിശാലികളും കലകളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. സാമ്പത്തികമായി ഇവർ മെച്ചപ്പെട്ട നിലയിലായിരിക്കും. മിഥുനം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 3-ാം പാദക്കാർ ആശയവിനിമയത്തിൽ മിടുക്കരായിരിക്കും. എഴുത്ത്, പ്രസംഗം എന്നീ മേഖലകളിൽ ഇവർ തിളങ്ങും. കർക്കിടകം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 4-ാം പാദക്കാർ കൂടുതൽ വികാരജീവികളായിരിക്കും. ആത്മീയതയോടും കുടുംബത്തോടും ഇവർക്ക് വലിയ അടുപ്പമുണ്ടാകും. ഈ പാദത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികം രാശിയുടെ നിഗൂഢതകൾ കൂടുതലായിരിക്കും. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും ഭാഗ്യത്തിന്റെയും മാസമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലെ സന്തോഷവും മാനസികമായ ഉന്മേഷവും നിങ്ങളെ കൂടുതൽ കർമ്മനിരതരാക്കും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മുൻകോപവും നിയന്ത്രിച്ചാൽ ഈ മാസത്തെ പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമാക്കാം.